സുഹൃത്തുക്കളെ, എവരിത്തിങ് ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. വിഷിങ് യു എ ഗുഡ് ഡേ ആൻഡ് ഗുഡ് ഹെൽത്ത്. ഇപ്പോൾ നമ്മളെല്ലാവരും അത്യധികം ഉദ്യോഗത്തോടെ ഗൾഫ് വാറിനെ പറ്റി, പെർഷ്യൻ ഗൾഫ് വാറിനെ പറ്റി മീഡിയകളെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയാണ്. നമ്മൾ വീഡിയോയിൽ പണ്ട് പ്രവചിച്ചതുപോലെ ഇതൊരു ലോകമഹായുദ്ധമായിട്ടൊന്നും മാറുകയില്ല എന്ന് നമ്മൾക്ക് ആശിക്കാം. കാരണം ലോകമഹായുദ്ധം വന്നു കഴിഞ്ഞാൽ ഇനി ഒരു ലോകത്തിന് താങ്ങാൻ പറ്റുകയില്ല. നമ്മൾ പണ്ട് പ്രവചിച്ചതുപോലെ റഷ്യയും ചൈനയും ഒക്കെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഇറാനെ സഹായിക്കുന്നുണ്ടെന്നാണ് മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്നത്. ഈ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകതകളെപ്പറ്റി നമ്മൾ അവലോകനം ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകാം. മൈറ്റി ഫോഴ്സിനോ ആയുധങ്ങൾക്കോ ഒന്നും ഒരു രാജ്യത്തെ അത്ര പെട്ടെന്ന് കീഴടക്കാൻ പറ്റുകയില്ല എന്ന് ചരിത്രത്തിലും അറ്റ് പ്രസൻറ്റ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഇവിടെ ഇസ്രയേൽ അമേരിക്ക ഇറാൻ വാറിൽ ഇവിടെ സംഭവിച്ചത് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കണക്കൂട്ടലുകളെല്ലാം പിഴച്ചു. ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിൻ്റെയും അമേരിക്കൻ ചാരസംഘടനയായ CIA-യുടെയും കണക്കൂട്ടലുകളൊക്കെ പിഴച്ച് അവർ വിചാരിച്ചു ഹെഡ് ഓഫ് ദി ഇറാൻ ആയത്തുള്ള അലി ഖുമൈനിയെ വധിച്ചു കഴിഞ്ഞാൽ റെജീം ചേഞ്ച് ഉണ്ടാവും, ഭരണകൂട മാറ്റമുണ്ടാവും, ഇറാനിലെ ജനങ്ങളെല്ലാം സ്വാതന്ത്ര്യത്തിനായി തെരുവിലിറങ്ങും, വളരെ എളുപ്പത്തിൽ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ലക്ഷ്യങ്ങൾ, അഭിലാഷങ്ങൾ നിറവേറ്റപ്പെടാം, ഇറാൻ ജനതയിലെ 47 കൊല്ലത്തെ വൈര്യം ഒക്കെ തീർക്കാം എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ എല്ലാവരും കരുതുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കുമെങ്കിൽ ലോകം എത്രയോ നല്ലതായിരുന്നു. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു റേസിസം വാറാണ്, വംശീയ യുദ്ധമാണ് നടക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും കരുതിയതുപോലെ ജനങ്ങളൊന്നും കൂറുമാറിയില്ല. ജനങ്ങൾ സപ്പോർട്ടായി ഗവൺമെൻറ്റിൻ്റെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം ഭരണമാറ്റമൊന്നും സുഖമല്ല. ഇറാൻ വളരെയധികം നശിപ്പിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ അവരുടെ തിരിച്ചടികൾ പേർഷ്യൻ ഗൾഫിലേക്കും അമേരിക്കയിലേക്കും അമേരിക്കൻ ബേസുകളിലേക്കുമൊക്കെ നടക്കുന്നു. ഇപ്പോൾ യുദ്ധം മൂലം ലോക ജനത ഒക്കെ ബുദ്ധിമുട്ടിലായി. ഓയിലിന് വില കയറി, ഗ്യാസിന് വില കയറി, ഗൾഫിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടും, അങ്ങനെ അതിഭയങ്കരമായ ഒരു ദാരിദ്ര്യത്തിലേക്ക്, ക്ഷാമത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, സങ്കുചിതമായ വംശീയവെറി കൊണ്ട് മാത്രം എല്ലാവരും, അല്ലെങ്കിൽ മൈറ്റി ഫോഴ്സിൻ്റെ ബലത്തിൽ മാത്രം എല്ലാവരും കൂടെ ചേരുമെന്നുള്ള അമേരിക്കൻ സങ്കല്പം പാടെ തകിടം മറിഞ്ഞു. യൂറോപ്യൻ യൂണിയൻ അമേരിക്കയ്ക്കെതിരായി നിന്നു. അമേരിക്ക വിചാരിച്ച പോലെ മറ്റുള്ള രാഷ്ട്രങ്ങളൊന്നും കൂട്ടുകൂടിയില്ല. ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളും മാത്രമേ ഉള്ളൂ ഇപ്പോൾ യുദ്ധത്തിന്. മറ്റുള്ളവരെല്ലാം മാറി നിന്ന് വീക്ഷിക്കുകയാണ്, എങ്ങനെയെങ്കിലും യുദ്ധം തീരണമെന്ന് ആശിക്കുകയാണ്. ഇതിൻ്റെ വസ്തുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വംശീയ വാറിൽ ഒരു സൈഡ് ജൂതന്മാരും യഹൂദന്മാരും, ഒരു സൈഡിൽ ക്രിസ്ത്യൻസും, വേറൊരു സൈഡിൽ സുന്നി മുസ്ലിമുകളും ഒക്കെയായിട്ട് ഒരു വംശീയ വാറാണ് ഇപ്പോൾ നടക്കുന്നത്. വെറും വർണ്ണവെറിയും വംശീയതയും കൊണ്ട് ലോകത്തിന് എത്രമാത്രം നാശനഷ്ടങ്ങൾ വരുത്താം, എങ്ങനെയാണ് ലോകം നീങ്ങുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ മോഡേൺ അത്യാധുനിക യുദ്ധം കാണിക്കുന്നത്. ഇതിനകത്ത് ലോക നേതാക്കളുടെ, ജനങ്ങളുടെ ആവശ്യമൊന്നും അല്ല ഇവിടെ നടക്കുന്നത്. ലോക നേതാക്കളുടെ സങ്കുചിത ചിന്താഗതിയും ഇതാണ്. ഒരു കാര്യം നമുക്കറിയാം, ചരിത്രത്തിൽ ഈ യഹൂദ ജനതയെ എത്രയോ പ്രാവശ്യം എവിടെയെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്ലാമിക ഭരണാധികാരികളും അവരെ സഹായിച്ചിട്ടുണ്ട്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ അവർ ആട്ടിപ്പായിച്ചപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇസ്രായേൽ ജനതയ്ക്ക് അഭയം കൊടുത്തിട്ടുണ്ട് നമ്മളുടെ മുസ്ലിം രാഷ്ട്രങ്ങളും
ഇസ്ലാം മതവിശ്വാസികൾ. ഈ യഹൂദ ജനതയ്ക്ക് ഇന്ത്യയുമായിട്ടും ചരിത്രപരമായ ബന്ധമുണ്ട്. യഹൂദ ജനതയെ അട്ടിപ്പായിക്കാത്ത ഒരു രാജ്യം ഇന്ത്യ മഹാരാജ്യമാണ്. അവരെ സ്വീകരിക്കുകയും അവർക്ക് അഭയം കൊടുക്കുകയും ചെയ്ത രാജ്യമാണ് ചരിത്രത്തിൽ ഇന്ത്യ രാജ്യം. അതിൻ്റെ ഗുണപ്പോൾ ഇന്ത്യ രാജ്യം അനുഭവിക്കുന്നതുമുണ്ട്. ഇന്ത്യയെ പോലെയുള്ളൊരു ന്യൂട്രൽ പൊസിഷനാണ് മിക്ക രാജ്യങ്ങളും കൈക്കൊള്ളുന്നത്. അതിൻ്റെ ഗുണം ഇന്ത്യക്കുണ്ട് താനും. അമേരിക്ക പറയുന്നിടത്തും ഇസ്രയേൽ പറയുന്നിടത്തും ഒക്കെ ചാടി വീണേ നമ്മൾ അവരെ സഹായിക്കാനിറങ്ങി പ്രതിസന്ധിയിലാകുമെന്നാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ കരുതുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇറാനുമായിട്ട് വളരെയധികം വ്യാവസായികവും സാമ്പത്തികവുമായ ഇടപാടുകളുണ്ട്. അതെല്ലാം തകരാറിലാകും. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഈ മാതിരിയുള്ള 47 വർഷത്തെ ഉപരോധങ്ങൾക്ക് ശേഷവും ഇത്രയധികം ശക്തമായി പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇറാൻ ജനതയുടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഫലമായിട്ടാണ്. അവരുടെ ആത്മവിശ്വാസത്തിൽ അവരുടെ ഗവൺമെൻറ്റുമായി സഹകരിച്ചു പോകും. അമേരിക്ക വിചാരിക്കുന്ന മാതിരി ലിബറേഷൻ വായു അല്ലെങ്കിൽ ലിബറലിസത്തിൻ്റെ സ്വാതന്ത്ര്യം ഇറാൻ ജനതയ്ക്ക് ആവശ്യമില്ല. അതോടൊപ്പം തന്നെ എവിടെയെങ്കിലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്തെങ്കിലും ഒരു മൈനറായിട്ടുള്ള കുറഞ്ഞ ആൾക്കാർ ലിബറലിസത്തിന് വേണ്ടി മറുപടി കൂട്ടുന്നുണ്ടെങ്കിൽ ആ പ്രക്ഷോഭത്തെ ഇറാൻ നിഷ്കരണം അടിച്ചമർത്തപ്പെടും. അത് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെല്ലാം അങ്ങനെ തന്നെയാണ്. ഒരു പ്രക്ഷോഭം വിജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് ദീർഘദാക്ഷിണ്യം അവർ അടിച്ചമർത്തപ്പെടും, ഇല്ലെങ്കിൽ അവർ അത് അടിച്ചമർത്തും, കൊല ചെയ്യപ്പെടും. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സുഹൃത്തുക്കളെ, ഈ യുദ്ധത്തിൽ നമുക്ക് മനുഷ്യത്വവും മാനവികതയും ഉണ്ടാകട്ടെ, യുദ്ധം അവസാനിക്കട്ടെ, സന്തോഷവും സമാധാനവും ലോകത്ത് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഈ യുദ്ധം മനുഷ്യരെ പഠിപ്പിക്കുന്ന പാഠമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുധങ്ങൾക്കും മറ്റുള്ള ഉപരോധങ്ങൾക്കും ഒന്നും മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല. അമേരിക്കയുടെ ജീവിത രീതിയല്ല ഇസ്ലാമിക രാജ്യത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക ചിന്താഗതിക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക സംസ്കാരത്തിന് ഇറാന് അമേരിക്കൻ ജീവിത രീതിയൊന്നും ആവശ്യമില്ല. അത് അടിച്ചേൽപ്പിക്കുന്നത് വസ്തുതാപരമായി ശരിയല്ല. അവിടുത്തെ ജനങ്ങൾ ജനാധിപത്യത്തിലൂടെ അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ശരിയാണ്. അല്ലാതെ കുറേ നുണകൾ പറഞ്ഞും പ്രൊപ്പഗണ്ട ഇറക്കിയും എല്ലായിടത്തും PR വർക്കാണ് നടക്കുന്നത്. പ്രൊപ്പഗണ്ട റിജീമാണ്. ഈ പ്രൊപ്പഗണ്ട റിജീമിലൊന്നും ജനങ്ങൾ മാറുകയില്ല. ജനങ്ങൾക്ക് അവരുടെ സന്തോഷവും അവരുടെ സംസ്കാരവും നിലനിർത്തണം. പേർഷ്യൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഉണ്ടായതും ഒന്നുമല്ല. അത് ഇസ്രയേൽ സംസ്കാരം പുരാതനമാണ്. അമേരിക്കൻ സംസ്കാരത്തെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം പുരാതനമായ സംസ്കാരമാണ് പേർഷ്യൻ സംസ്കാരം. ആ പേർഷ്യൻ സംസ്കാരത്തോട് ഇറാനിയൻ ജനങ്ങൾ കൂറു പുലർത്തുന്നു. അവർക്ക് അത് മതി. അല്ലാതെ ഷായുടെ കാലത്ത് അമേരിക്ക അടിച്ചേൽപ്പിച്ച മാതിരിയുള്ള സംസ്കാരമൊന്നും അവർക്ക് ആവശ്യമില്ല. അവരവരുടെ വഴിക്ക് പോകട്ടെ. എങ്ങനെയാണെങ്കിലും യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് അമേരിക്കയ്ക്ക് ആഗ്രഹമുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്ക രക്ഷപ്പെട്ട് ബിസിനസ് മൈൻഡിലാണ് പ്രവർത്തിക്കുന്നത്. ട്രംപിൻ്റെ അമേരിക്ക ഫസ്റ്റ് ബിസിനസ് ഡീലുമാണ് ഇറാൻ്റെ എണ്ണ പിടിച്ചെടുക്കാനും ഓയിൽ ശേഖരവും ഗ്യാസ് ശേഖരവും പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. ഈ വസ്തുത എല്ലാവർക്കും അറിയാം. അതോടൊപ്പം അമേരിക്കയെ മിസ്ലീഡ് ചെയ്തു എന്ന് അമേരിക്കയിലെ വൈസ് പ്രസിഡൻറ്റ് വാൻസ് തന്നെ ഇപ്പോൾ പറയുന്നു. നെതന്യാഹുവും ഇസ്രയേലും മസൂദും CIA ഒക്കെ കൂടി അമേരിക്കയെ മിസ്ലീഡ് ചെയ്ത് യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ വംശീയ വാറിൽ ആര് ജയിക്കും ആര് തോൽക്കുമെന്നുള്ളതല്ല, വംശീയതയും പാർഷ്യാലിറ്റിയും സെൽഫിഷ്നെസ്സും അല്ല വലുത്. ലോകത്തിൽ മനുഷ്യവംശം സമാധാനത്തോടെയും യുദ്ധമില്ലായ്മയുടെയും സന്തോഷത്തോടെയും കൂടെ കുറച്ച് വർഷങ്ങളാണ് മനുഷ്യർ ഭൂമിയിലുള്ളത്. ഓരോ മനുഷ്യനും ലോകവും രാജ്യങ്ങളുമൊക്കെ മനുഷ്യർ നശിപ്പിച്ചില്ലെങ്കിൽ നിലനിൽക്കും. ഈ യുദ്ധത്തിൽ ആർക്കും വിജയമൊന്നും കൈവരിക്കാൻ കഴിയില്ല. എന്താണെങ്കിലും മറ്റുള്ള രാഷ്ട്രങ്ങൾ സഹിഷ്ണുതയോടെ, ഉദാഹരണത്തിന് പേർഷ്യൻ ഗൾഫ് രാഷ്ട്രങ്ങൾ നിലനിൽക്കുന്നത് വളരെ നല്ല കാര്യമാണ്. സുഹൃത്തുക്കളെ, ഇപ്പോൾ പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളായ സൗദി അറേബ്യയും UAEയും ദോഹ ഖത്തറും
ബഹ്റൈനൊക്കെ ഇപ്പോൾ വളരെ ഒരു വിഷമവൃത്തത്തിലായിരിക്കുകയാണ്. അതിതീവ്രമായ ഇറാൻ ആക്രമണം മൂലം അവരുടെ സമ്പദ് വ്യവസ്ഥ തകരുകയും രാജ്യം ബുദ്ധിമുട്ടിലേക്ക് നീങ്ങിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അവർ ഇറാനെ ഒരു പാഠം പഠിപ്പിക്കണമെന്നാണ് ഇപ്പോൾ ഓൾറെഡി അമേരിക്കയോടും മറ്റുള്ള രാഷ്ട്രങ്ങളോടും അവർ ആവശ്യപ്പെടുന്നത്. അവരുടെ തന്നെ നിലനിൽപ്പ് അപകടത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനും ഇറാൻ ഷിയ രാജ്യവും സുന്നി രാജ്യങ്ങളായി ദക്ഷിണ ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ ഒരിക്കലും അവർ ഒത്തുപോകുകയില്ല. അതൊരിക്കലും വംശീയതയും ആചാരങ്ങളും ഒക്കെ വിഭിന്നമായതുകൊണ്ട് ഒരിക്കലും അത് യോജിച്ചു പോകാൻ സാധ്യതയില്ല. എങ്ങനെയാണെങ്കിലും യുദ്ധം നിർത്തേണ്ടത് ലോകത്തിൻ്റെ തന്നെ ഒരു ആവശ്യമാണ്. യുദ്ധവും കൊലപാതകങ്ങളും ഒന്നും ഒരു മനുഷ്യ രാശിക്ക് നല്ലതല്ല. സുഹൃത്തുക്കളെ, ഇവിടെ ഇപ്പോൾ ഇതൊക്കെ ഒരു വ്യാവസായിക വാർ തന്നെയാണ്. ട്രംപ് ഇറാൻ്റെ ഓയിലും ഗ്യാസും ഒക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി വ്യവസായം നോക്കി ആണ് ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. ഇപ്പോൾ അമേരിക്കയിലും ഇസ്രായേലിലും എല്ലാം യുദ്ധത്തിനെതിരായിട്ടുള്ള അപ്രൈസിങ് നമുക്ക് കാണാം. അത് ഒരു ശുഭസൂചകമാണ്. എത്രയും പെട്ടെന്ന് യുദ്ധം മാറട്ടെ. ലോക ചിന്താഗതി അങ്ങനെയാണ്. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.